അങ്ങനെയുള്ള വർക്കുകൾ. ഇവിടെ നല്ല സ്ട്രോങ് ആയ പാറയാനാണ്, അതിങ്ങനെ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്തതാണ്. അതുപോലുള്ളൊരു ഭാഗം ഇവിടെ മാത്രമാണ് കുറച്ച് വലിയ പാറ ഉണ്ടായിരുന്നത്. ഈ പാറ ഭാഗത്താണ് ഇവിടെ കുറച്ച് സമയമൊക്കെ പോയിട്ടുള്ളത് ഇവർക്ക്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും അവർ വളരെ വേഗത്തിലായിരുന്നു റോഡ് വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. കാണാം അവിടെ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് വന്നിട്ടുള്ളത്. കോയിച്ചന ഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞ് നമ്മുടെ കോയിച്ചന ഭാഗത്തു നിന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. കോട്ടക്കൽ ബൈപ്പാസിൻ്റെ എൻഡ് ഭാഗത്ത് തുടക്ക ഭാഗത്തേക്ക് വരെ വാഹനങ്ങൾ നമ്മുടെ എഡ്രിക്കോട് ഭാഗം വരെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കോയിച്ചന ഭാഗത്ത് വളരെ നല്ല വർക്കുകൾ, വളരെ വേഗത്തിലായിരുന്നു വളരെ വർക്കുകൾ നടന്നത്. നമുക്ക് ഇവിടെ കാണാം. ഈ ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു വിട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇനി ഈ സെൻറ്റർ ഭാഗത്ത് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ടാറിങ്ങിൻ്റെ വർക്ക് നടക്കാനുള്ളൂ. അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. വളരെ വേഗത്തിലായിരുന്നു കോയിച്ചന ഭാഗത്തുള്ള വർക്കുകൾ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് മറ്റുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് വിശദമായിട്ടൊന്ന് നോക്കാം. ഈ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. വാഹനത്തിൽ വണ്ടി ഓടിച്ചായതുകൊണ്ട് കുറച്ച് ഷെയ്ക്കൊക്കെ ആയിട്ടുണ്ട് വീഡിയോ, ക്ഷമിക്കുക. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കോയിച്ചന ഭാഗത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം വലിയ അത്ഭുതം തന്നെയാണെന്ന് പറയാം. എത്ര പെട്ടെന്നാണ് ഇവർ വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. ഇനി വളരെ കുറഞ്ഞ വർക്കുകളാണ് ഉള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് വലത് സൈഡിലേക്ക് മാറ്റിയിട്ട് ഉള്ള ഭാഗത്താണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇടത് ഭാഗത്ത് നമുക്ക് കാണാം വളരെ കുറഞ്ഞ ഭാഗത്തുള്ള വർക്കുകളാണുള്ളത്. അവിടെ കുറച്ച് സ്ട്രോങ് ആയ പാറകളുണ്ട് മുൻഭാഗത്ത്. ആ ഭാഗത്തുള്ള പാറകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എടുത്തു മാറ്റുന്ന വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കോയിച്ചന സെൻറ്റർ ഭാഗത്ത് ഇനി ഇവിടെ മാത്രമാണ് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നത്, അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ വരുന്ന ഭാഗത്തൊക്കെ കുറേശ്ശെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകളുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള വർക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് കുറേശ്ശെ. ഇവിടെ നമുക്ക് കാണാം ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ടിങ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഭാഗത്തൊക്കെ മണ്ണ് കൊടുന്ന് കൂട്ടിയത് കാണാം. ഇതൊക്കെ മണ്ണ് ലെവൽ ചെയ്യാനുള്ളതാണ്. ഈ ഭാഗത്തുള്ള കറുത്ത പാറകളൊക്കെ ഉണ്ടായിരുന്നു, ആ പാറകളൊക്കെ പൊട്ടിച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകളുണ്ട്, ബാക്കിയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. മുൻഭാഗത്ത് കുറച്ച് ഭാഗത്താണ് ഇനി പാറ ഉള്ളത്. അത് വളരെ വേഗത്തിലായിരിക്കും ഇവർ തീർക്കുക. ഇനി നമ്മുടെ കോട്ടക്കൽ ഭാഗത്തേക്കൊക്കെ വാഹനത്തിൻ്റെ ബ്ലോക്കുകൾ തിരക്കുകളൊക്കെ ഒഴിവാകാൻ സാധ്യതയുണ്ട്. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ സർവീസ് റോഡിലൊക്കെ നല്ല ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു കോയിച്ചന ഭാഗത്തൊക്കെ. അതൊക്കെ ഏകദേശമൊക്കെ കമ്മിയായിട്ടുണ്ട്. ഇന്നും ഇതിലൂടെയാണ് വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുള്ളത്. കാണാം കൂക്കിപ്പറമ്പ് നിന്ന് നേരിട്ട് നമുക്ക് ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ എടരിക്കോട് ഭാഗത്തേക്ക് വരെ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഭാഗം നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്ത് വർക്കുകളൊക്കെ നടന്നിരുന്നു. എന്താ അറിയില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ചെനക്കൽ ഭാഗം വരെ തുറന്നു കൊടുത്തക്കണമെന്ന് അറിയില്ല. ഞാനിപ്പോൾ കോയിച്ചന ഭാഗത്താണ് നിൽക്കുന്നത്. കോയിച്ചന ഭാഗത്തൂടെയാണ് ഈ വാഹനങ്ങൾ പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ എത്രത്തോളം വർക്കുകൾ ഇനി നടക്കാനുണ്ട് നോക്കാം. ഇപ്പം ചെയ്യുന്ന വർക്കുകൾ മുകൾ ഭാഗത്ത് കാണാം. ക്രഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ കുറേ ഭാഗത്തുണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ട്. അതുപോലെ അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കാണാം കുറച്ച് ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ ബാക്കിയുള്ളത്. അങ്ങനെയുള്ള വർക്കുകൾ. ഇവിടെ നല്ല സ്ട്രോങ് ആയ പാറയാനാണ്, അതിങ്ങനെ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്തതാണ്. വളരെ വേഗത്തിലായിരുന്നു ഇവിടെയുള്ള വർക്ക് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ഓപ്പണിങ്. കുറേ മുന്നേ തന്നെ ആ ഭാഗത്തൊക്കെ മുൻഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞ് അത് നമ്മൾ കാണിച്ചതാണ്. ഇനി ഈ കാണുന്ന ഭാഗത്തുള്ള ഈ കുറച്ച് ഭാഗത്തുള്ള ഈ പാറകൾ ഇപ്പോൾ വർക്കേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇവിടെയും ഇവർ ടാറിങ് ഒക്കെ കഴിക്കുന്നതാണ്. അത്ര വേഗത്തിലാണ് ഇവരെ വർക്കുകൾ നടക്കുന്നത്. ഇവിടെയുള്ള പാറകൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഓളിട്ട് അതിൽ വെടിമരുന്നുകളൊക്കെ നിറച്ച് അത്
വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൊട്ടിച്ചെടുത്ത് ഇവർ വർക്കുകൾ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ആ ഭാഗത്ത് കാണാം. ഇനി അവിടെയൊക്കെയാണ് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ വരും. അങ്ങനെയുള്ള ഭാഗത്താണ് കുറച്ച് വർക്കുകളൊക്കെ കുറച്ച് ഡിലേ ആവല്. അങ്ങനെയുള്ള ഭാഗത്തൊക്കെ കറക്റ്റ് രീതിയിൽ പാറ പൊട്ടിച്ചെടുക്കാഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ കുറച്ച് വർക്കുകൾ ബെൻഡിങ് ആകുന്നത്. ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില വാഹനങ്ങളൊക്കെ ഇതിലൂടെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെയാണ് ഇനി മുകൾ ഭാഗത്ത് കോയിച്ചന ഈ പള്ളിൻ്റെ വരുന്ന ഈ ഭാഗത്തൊക്കെയാണ് കുറച്ച് ഭാഗത്തൊക്കെയാണ് ഇനി വരാനുള്ളത്. ക്രഷ് ബാരിയറിൻ്റെ അടിഭാഗത്ത് പിടിപ്പിക്കൽ. അതുകൊണ്ട് ഇപ്പോൾ ഹൈവേയിൽ തിരക്ക് വളരെ കുറഞ്ഞ പോലെയാണ് തോന്നുന്നത്. ഈ ഭാഗത്തൊക്കെ ലൈറ്റിൻ്റെ കാലിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മുന്നോട്ട് പോവാം. നമുക്ക് ആ ഭാഗത്ത് സെൻറ്ററിൽ വരെ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാം. വളരെ പെട്ടെന്ന് ആയിരുന്നു ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ടായിട്ട് ലൈക്കും കമൻറ്റൊക്കെ തരിക. എന്നാലേ ഇങ്ങനെ മുന്നോട്ടുള്ള യാത്രകൾ കൂടുതൽ സാധ്യമാകുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് ആ ഭാഗത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട്. ആ ഓവർപാസിൻ്റെ ഭാഗത്താണ് വർക്കുകൾ ബാക്കിയുണ്ടായിരുന്നത്. അങ്ങോട്ട് പോയി നോക്കാം. കോയിച്ചനയുടെ ഒരു അത്ഭുതം തന്നെയാണ് കോയിച്ചനയിൽ വന്നിട്ടുള്ളത്. പെട്ടെന്നുള്ളൊരു മാറ്റം തന്നെയാണ്. ഇനി നമുക്ക് കോഴിക്കോട് ഭാഗത്തുനിന്ന് ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനുള്ളൂ. കാക്കഞ്ചേരി ഭാഗത്ത് കംപ്ലീറ്റ് ആക്കി, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തു. തലപ്പാറ ഭാഗത്ത് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. കൊളപ്പുറം കൂരിയാട് ഭാഗത്താണ് ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ടാറിങ്ങിൻ്റെ വർക്കുകൾ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കാനുള്ളത്. പിന്നെ ഉണ്ടായിരുന്നത് കോഴിച്ചന ഭാഗത്തേന്ന്. കോഴിച്ചന ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നത്. ഇനി കോട്ടക്കൽ ബൈപ്പാസ് മാത്രം തുറന്നു കൊടുക്കാനുള്ളത്. വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഇവിടെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ കോഴിച്ചന മഞ്ഞിലാസ്പടി പറഞ്ഞ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. കാണാം, നമുക്ക് ഒരു സൈഡിൽ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞ് ഞാനിത് കാണിച്ചിരുന്നു. ഈ ഭാഗത്ത് വണ്ടി പോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ഭാഗത്തും അവിടെ മുൻഭാഗത്ത് കുറഞ്ഞ ഭാഗത്തേക്ക് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ പാറ ഭയങ്കര സ്ട്രോങ് ആയ പാറയായിരുന്നു. അതൊക്കെ പൊട്ടിച്ചെടുത്ത് റോഡിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ബാക്കി അവിടെ എന്തൊക്കെയാണ് ഇനി എത്രത്തോളം വർക്കുകളുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ടുണ്ട്. കാണാം, നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ മാത്രമാണ് കുറച്ച് വർക്ക് നടക്കാനുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട്. ഇവിടെ കാണാം ഈ പാറകൾ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ മാത്രമാണ്, നമ്മളറിയില്ലേ കരാറിലൊക്കെ പെട്ടുപോയി എന്നൊക്കെ, അതുപോലുള്ളൊരു ഭാഗം. ഇവിടെ മാത്രമാണ് കുറച്ച് വലിയ പാറ ഉണ്ടായിരുന്നത്. ഈ പാറ ഭാഗത്താണ് ഇവിടെ കുറച്ച് സമയമൊക്കെ പോയിട്ടുള്ളത് ഇവർക്ക്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും അവർ വളരെ വേഗത്തിലായിരുന്നു റോഡ് വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. കാണാം, അവിടെ ഇപ്പോൾ ഈ ഓവർപാസിൻ്റെ അടിഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് ഭാഗത്ത് മണ്ണ് പൊട്ടിപ്പോയ ഒരു ഭാഗം ഉണ്ടായിരുന്നു. മഴക്കാലത്തൊക്കെ ഈ ഭാഗത്ത് മണ്ണ് പൊട്ടിപ്പോയിന്ന്. അതിന് ശേഷം അവിടെ സോയിൽ നെയിലിംഗ് ചെയ്തു. അതുകൂടാതെ ഇപ്പോൾ അവിടെ ഒരു കോൺക്രീറ്റ് വാളാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ ഭാഗത്തും അതുപോലുള്ള ഒരു കോൺക്രീറ്റ് വാള് നടന്നിട്ടുണ്ട് വർക്ക്. ഇവിടെ നമുക്ക് കാണാം ഒരു കോൺക്രീറ്റ് വാള് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഉള്ളത്. ഈ സൈഡിൽ തന്നെ ടാറിങ്, ആ കാറ് വരുന്ന ആ ഭാഗത്തേക്ക് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഓവർപാസിൻ്റെ ഉള്ളുഭാഗത്ത് വരുന്ന ഈ ഭാഗത്ത് മാത്രം, ഈ പാറേൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ് മറ്റുള്ള വർക്കുകൾ നടക്കാനുള്ളത്. ഇവിടെ ഇതിനുള്ള ഓളുകളിട്ട് അതിൽ മരുന്നുകളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാവും. അപ്പോൾ ഈ ഡ്രില്ല് മെഷീൻ ഉപയോഗിച്ചായിരിക്കും പിന്നീട് പൊട്ടിച്ചെടുക്കുക. അതിനു വേണ്ടിയുള്ള വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ മണ്ണ് നീക്കി കൊടുക്കുന്ന വാഹനമുണ്ട്, എല്ലാം ഉണ്ട്, റെഡിയാണ്. ഇവിടെ ഇപ്പോൾ ഒരു റോഡിൻ്റെ അളവുകളൊക്കെ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഇനി ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നില്ല. നമുക്ക് കാണാം
എല്ലാ വാഹനങ്ങളും ഹൈവേയിലൂടെ ചീറിപ്പായാൻ തുടങ്ങിയിട്ടുണ്ട്. കോട്ടക്കൽ ബൈപ്പാസാണ് ഇനി മുന്നോട്ട് വരുന്നത്. ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കോയിച്ചന ഭാഗത്തൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. കോട്ടക്കൽ ബൈപ്പാസിലൂടെയും വാഹനം പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് പറഞ്ഞു കേട്ടത്. അപ്പോൾ എത്രത്തോളം ഉണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എവിടം വരെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് പോയി നോക്കാം. സുഹൃത്തുക്കളെ, വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഈ വഴി പോയപ്പോൾ കണ്ടതാണ്. കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്തേക്കും വരെ വാഹനങ്ങൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മുന്നോടിയായി തുടക്ക ഭാഗത്തുള്ള വയഡക്റ്റാണ് ഇത്. വയഡക്റ്റിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള ഭാഗത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നോക്കാം. ഈ ഭാഗത്തും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വട്ടപ്പാറ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലായിരിക്കും. അത്ര ഹൈറ്റിലൂടെയാണ് ഇവിടെയും ഈ വയഡക്റ്റ് കടന്നു പോകുന്നത്. കോട്ടക്കൽ പാടത്തേക്ക് ആ ഭാഗത്തേക്കാണിത് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാഹനങ്ങളിൽ നിന്നൊക്കെ മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച, നല്ലൊരു ഫീല്, നല്ലൊരു പച്ചപ്പ് കാണാം. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ കണ്ടത് ഈ കോട്ടക്കൽ ഭാഗത്തേക്ക് ഫസ്റ്റ് വരുന്ന ഭാഗത്ത് വരുന്ന ഒരു വയഡക്റ്റിൻ്റെ മുകളിലൂടെ കോട്ടക്കൽ എടരിക്കോട് വരുന്ന ഭാഗത്ത് പാലച്ചിറമാട് വരുന്ന വയഡക്റ്റിൻ്റെ മുകളിലൂടെ നമ്മൾ ഇങ്ങോട്ട് നേരെ താഴോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് ഒരു വാഹനങ്ങൾക്ക് ഇറങ്ങിപ്പോവാൻ, കോട്ടക്കൽ ഭാഗത്തേക്കൊക്കെ ഇറങ്ങിപ്പോവാൻ വേണ്ടി ഒരു റോഡുണ്ട്. ആ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. കോട്ടക്കൽ ബൈപ്പാസിലൂടെ വാഹനങ്ങൾ പോകുന്നില്ല. നമുക്ക് കാണാം ഈ ഭാഗത്തെ ഇടത് ഭാഗത്ത് കൂടെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് കോട്ടക്കൽ ടൗൺ ഭാഗത്തേക്ക് തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഹൈവേയുടെ വർക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ ഓടാൻ തുടങ്ങിയിട്ടുള്ളത്. കാണാം നമുക്ക് ഇവിടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്ത് ഇനി കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഭാഗത്തും കൂടെ വർക്ക് കഴിഞ്ഞാൽ കോട്ടക്കൽ ഭാഗത്തുള്ള തിരക്ക് പൂർണ്ണമായിട്ടും ഒഴിവാകും. ഇപ്പം താൽക്കാലികമായിട്ട് ഇവിടുന്ന് എടരിക്കോട് ഭാഗത്തുനിന്ന് തിരിച്ച് മമ്മാലിപ്പടി എന്ന ഭാഗമാണ് ഈ ഭാഗം, ഈ ജംഗ്ഷൻ്റെ ഭാഗത്തിൻ്റെ അറയിൽ. അപ്പോൾ ഇവിടുന്ന് കോട്ടക്കൽ എടരിക്കോട് ഭാഗത്തേക്ക് തന്നെ വാഹനങ്ങൾ തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടം വരെയാണ് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയത്. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ മാറ്റങ്ങൾ. ഈ സൈഡിലും റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ താഴെ ഭാഗത്ത് പോയിട്ട് വാഹനങ്ങൾക്ക് തിരിച്ച് അവിടെയുള്ള പാലത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് കയറി വരാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയും ഒരു റോഡുണ്ട്. വർക്കേഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ ഇതിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോവുകയാണ്. ഇതാണ് ഈ സൈഡിലുള്ള റോഡ്. ഈ സൈഡിലെ റോഡും നമ്മൾ അവിടെ കണ്ടു. ഒരു വരുന്ന ഓവർപാസ്, ആ ഓവർപാസിൻ്റെ അടി വരെയാണ് അവിടെയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇവിടെ. പെയിൻറ്റിങ്, ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ് ചെയ്യാനുള്ളത്, അതുപോലെ ഫിനിഷിങ് വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ്. വളരെ വേഗത്തിലായിരുന്നു ഈ ഭാഗത്തൊക്കെ അപ്പോൾ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ഒരു ടെസ്റ്റിങ് നടക്കുന്നുണ്ട്. ഈ ക്രാഷ് ബാരിയറിൻ്റെ വെയിറ്റ് ടെസ്റ്റിങ് അങ്ങനെ എന്തോന്നാണ് നടക്കുന്നത്. അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോയിച്ചന ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. കോയിച്ചന ഭാഗത്തുനിന്ന് മുതൽ ഇവിടെ വരെ ഇപ്പോൾ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞ ഭാഗത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം നമുക്ക്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.